അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. പുഡിങ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മാങ്ങയാണ്. നല്ല മധുരവും കളറൊക്കെ ഉള്ള നല്ല മാങ്ങയാണ് ഇട്ടാൽ. ഇനി അത് തോല് കളഞ്ഞതിന് ശേഷം മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈനായി വേണം അരച്ചെടുക്കാൻ. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇനി അരച്ചെടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1 പാക്കറ്റ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി അതിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ 1/4 കപ്പോളം മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മേഡാണ് ഫുള്ള് ഒഴിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. ഇനി ഇതാ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ പുഡിങ് ഏത് ട്രേയിലാണോ വെക്കുന്നത് ആ ട്രേയിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത കസ്റ്റേർഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂടോടെ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിതിൽ മുഴുവനായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡിലും എല്ലായിടത്തും. ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതാ ഒരു പാൻ വെച്ച് നമ്മൾ അരച്ചെടുത്ത മാങ്ങയുടെ പ്യൂരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ മിൽക്ക് മേഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മാങ്ങയുടെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ പ്യൂരി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് പോയതിന് ശേഷം 2ാമത്തെ ലെയറായി ഞാൻ ഇത് വെച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം 1 മണിക്കൂറോളം ഇരുന്ന് തണുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിത് 1/2 കപ്പിലും കുറച്ചും കൂടി കൂടുതൽ വിപ്പിംഗ് ക്രീം ഒരു ബൗളിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം നമുക്കിതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാനുള്ളതല്ല. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. മാങ്ങയുടെ പ്യൂരിയാണല്ലോ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഇതാ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ 3 ലെയറായി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കുട്ടികൾക്ക് പല രൂപത്തിലും മാങ്ങ ഉണ്ടാവുന്ന സമയത്തല്ലേ നമുക്ക് ഇതുപോലൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാങ്ങ അരച്ചെടുത്തപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ ഫോട്ടോക്കൊക്കെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിത് ആ മാങ്ങയുടെ പ്യൂരി കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. അതൊന്നും നിർബന്ധമുള്ളതല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ മാങ്ങ മുറിച്ചപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ ഒരു ചതുര കഷ്ണങ്ങളായി കുറേശ്ശെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലായി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം മാങ്ങ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ക്രീമും എല്ലാം ചേർത്തപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ അതങ്ങനെ കറുത്ത് നിൽക്കുന്നല്ലാതെ മഴ പെയ്യാറ് കുറവാണ് കേട്ടോ. പിന്നെ പല സ്ഥലത്തും നല്ല മഴയാണെന്നൊക്കെ കേൾക്കാം, പക്ഷേ ഇവിടെ തൃശ്ശൂർ വളരെ കുറവാണ്. നമ്മുടെ മാങ്ങ ഞാൻ മുകളിലായി കുറേശ്ശെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാമ്പഴം വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണല്ലോ, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ബദം അതേപോലെ തന്നെ പിസ്ത അങ്ങനെയൊക്കെ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റല്ലേ വരിക. ഇതിപ്പോൾ ഇങ്ങനെ മാങ്ങ ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങ കാണാനും നല്ല ഭംഗിയുണ്ടാവും, പിന്നെ മാങ്ങയുടെ ടേസ്റ്റും നല്ലോണം ഉണ്ടാവും. അത് കാരണമാണ് കേട്ടോ ഞാനതുപോലെ മറ്റതൊന്നും ചെയ്യാതിരുന്നത്.
അപ്പോൾ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല തണുത്ത് കഴിഞ്ഞാൽ ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്ന് മുറിച്ച് കാണിച്ചു തരാം. അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാനുണ്ടാക്കി ഞാൻ തന്നെ പറയാമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ പുഡിങ് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണല്ലോ. അത് കാരണമാണ് ഞാൻ പറയുന്നത്. അടിപൊളി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മുറിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അടിപൊളിയായിട്ടുണ്ട് എന്ന്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം ഞാനിപ്പോൾ വീഡിയോ ഇട്ടാൽ ആരും കാണുന്നില്ല കേട്ടോ. തീരെ വ്യൂസൊന്നുമില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ പുഡിങ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഒരു പുഡിങ്ങാണെന്ന്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.